നമ്മളിപ്പോൾ പോകുന്നത് ഹാങ്ങിങ് ചർച്ച് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഓൾഡ് കെയറോലാണ്. ഇപ്പോൾ ബൈക്കിന് ബുക്ക് ചെയ്തിട്ടുണ്ട്. ഹോട്ടലിൽ പുറത്താണ് ഞാനിപ്പോൾ ഉള്ളത്. ബൈക്ക് 2 മിനിറ്റ് കൊണ്ട് എത്തുമെന്ന് പറയുന്നത്. ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ഈജിപ്തിലെ എൻ്റെ ലാസ്റ്റത്തെ വീഡിയോ ആണ്. അതായത് പകൽ കാഴ്ചകൾ. ഇതിന് ശേഷം തിരിച്ച് വന്നിട്ട് റൂമിൽ നിന്ന് ചെക്കൗട്ട് ചെയ്തിട്ട് നേരെ എയർപോർട്ടിൽ പോകണം. ഇന്ന് വൈകിട്ടാണ് എൻ്റെ ഫ്ലൈറ്റ് നേരെ ഈജിപ്തിൽ നിന്ന് നേരെ ഖത്തറിലോട്ട് പോകുന്നത്. അപ്പോൾ അതൊക്കെ ഇറങ്ങിയ ഒരു വിശേഷങ്ങളാണെങ്കിൽ ഫുൾ വീഡിയോ ആയിരിക്കും. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണാൻ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. റിസപ്ഷനിൽ വന്നു, പൈസയൊക്കെ കൊടുത്തു, ബാഗ് ഇവിടെ വെച്ചിട്ട് വൈകിട്ട് വന്നിട്ട് ബാഗ് എടുക്കാൻ പറഞ്ഞത്. കാസ്റ്റൽ ഹോട്ടൽ കൈറോയിലാണ് ഞാൻ താമസിച്ചത്. അവരുടെ മെനു കാർഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഹോട്ടലും കാര്യങ്ങളും കുഴപ്പമൊന്നുമില്ല. ഇതാണ് ഇവിടെയാണ് 2 ദിവസം താമസിച്ചത്. ഇതിപ്പോൾ തിരിച്ച് ഇവിടുന്ന് പോവുകയാണ്. ഇവിടുന്ന് ഏകദേശം 1/2 മണിക്കൂറാണ് എയർപോർട്ടിലേക്ക്, കൈറോ എയർപോർട്ടിലേക്ക് ദൂരം കാണിക്കുന്നത്. അപ്പോൾ ഏതായാലും നമ്മൾ പുറത്തിറങ്ങിയിട്ട് പുറത്തെ കാഴ്ചകളിലേക്ക് പോകാം. അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് ഹാങ്ങിങ് ചർച്ച് ഓൾഡ് കെയറോയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഏകദേശം 3ഓളം ക്രിസ്ത്യൻ പള്ളികൾ അടുപ്പിച്ചായിട്ട് തൊട്ടടുത്തായിട്ട് ഇങ്ങനെ സ്ഥിതി ചെയ്യുന്ന ഒരു സ്ഥലം തന്നെയാണ് ഇവിടെ. അപ്പോൾ എനിക്കിവിടെ വരാനുള്ളൊരു ഇൻട്രസ്റ്റോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ളൊരു പ്ലാനോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. കാരണം ഇന്ന് വൈകിട്ട് നമ്മളെ ഫ്ലൈറ്റ് ഉണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ കൂടെയുള്ള നമ്മൾ മുമ്പ് പരിചയപ്പെടുത്തിയിട്ടുള്ള UK ഇന്ത്യൻ പഞ്ചാബി ആ പുള്ളിയാണ് സജസ്റ്റ് ചെയ്തത്. വൈകിട്ടാണ് ഫ്ലൈറ്റ്, അപ്പോൾ പകൽ വെറുതെ ഇരിക്കേണ്ട, നമുക്കൊരു പുറത്തിറങ്ങി ഇറങ്ങാം, ഇവിടെ ഒരു മെട്രോ സർവീസൊക്കെ ഉണ്ട്, അപ്പോൾ അതൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാന്നുള്ളത്. അങ്ങനെയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഞാൻ ബൈക്ക് ടാക്സി എടുത്തിട്ടാണ് വന്നിരിക്കുന്നത്. പുള്ളി മെട്രോ വഴി വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഈ ഒരു ചർച്ചിൽ വെച്ചിട്ട് നമ്മളിപ്പോൾ കണ്ടുമുട്ടും. അതിനുശേഷം നമ്മൾ ഒരുമിച്ച് തിരിച്ച് നമ്മുടെ റൂമിലോട്ടോ അല്ലെങ്കിൽ ഹോട്ടലിലോട്ട് പോകുന്നത് മെട്രോ വഴി പോകാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള കാഴ്ചകളൊക്കെയാണുള്ളത്. ഏതായാലും വന്ന സ്ഥിതിക്ക് ഇവിടെയുള്ള 2-3 അടുപ്പിച്ചുള്ള പള്ളികളും ആ പള്ളിയോടനുബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. കൂടുതൽ ഈ പള്ളീനെ പറ്റിയുള്ള അറിവോ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിനെപ്പറ്റി അറിയാമെങ്കിൽ നിങ്ങളത് താഴെ കമൻറ്റ് ബോക്സിലേക്ക് അയക്കുക. ഏതായാലും പള്ളിയുടെ കാഴ്ചകൾ നിങ്ങൾ കാണാം. അതിനുശേഷം ബാക്കിയുള്ള വിശേഷങ്ങൾ. ചർച്ച് വരുന്നത് ഭൂമിക്കടിയിലാണോ എൻട്രൻസ് വരുന്നത്? ഇപ്പോൾ താഴോട്ടൊക്കെ സ്റ്റെപ്പ് ഇറക്കി പോകുന്നുണ്ട്. നോക്കാം എന്തൊക്കെയാണെന്നുള്ളത്. Sorry. ഈജിപ്ത് ഒരു ഇസ്ലാമിക രാജ്യമായതുകൊണ്ട് തന്നെ 80-85% മുസ്ലിം കമ്മ്യൂണിറ്റിയാണ് ഇവിടെ ഉള്ളത്. എന്നാലും ക്രിസ്ത്യൻസ് ഉണ്ട്. ഒരു 10-15% ക്രിസ്ത്യൻസാണ് ഉള്ളത്. ഇവിടെ ഈജിപ്തിൻ്റെ ഒരു ബോർഡർ ഇസ്രായേലുമായിട്ട് പങ്കിടുന്നുണ്ട്. പക്ഷേ ഈജിപ്തിലെ ഈവൻ ക്രിസ്ത്യാനികളുടെ ആയാലും ചർച്ചിൽ വന്നു കഴിഞ്ഞാലും പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ നടക്കുന്നത് അറബി ലാംഗ്വേജിൽ തന്നെയാണ് കേൾക്കുന്നത്. ഞാനിപ്പോൾ ഉള്ളത് ഇവരുടെ ശ്മശാന സ്ഥലത്താണ്. ഇവിടെയും ഒരുപാട് ശ്മശാനങ്ങൾ കാണാം. അതിൽ തന്നെ ഈ പ്രമുഖരായിട്ട് പലരുടെയും ശ്മശാനങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എനിക്കറിയില്ല എവിടെയൊക്കെയാണ് എന്തൊക്കെയാണെന്നുള്ളത്. ജസ്റ്റ് ഈ ഒരു എൻട്രൻസ് കയറി ഇങ്ങനെ കുറച്ചൊരു ഭാഗം കവർ ചെയ്ത് അല്ലെങ്കിൽ നടന്ന് തിരിച്ചങ്ങ് പോവുകയാണ് ചെയ്തത്. അധികം നേരം സ്പെൻഡ് ചെയ്തിട്ടില്ല, കാരണം നല്ല ചൂടുമുണ്ട്. പിന്നെ അറിയാത്ത കാഴ്ചകൾ എന്താണ് ഞാൻ കാണിക്കേണ്ടതെന്ന് അറിയില്ല. അങ്ങനെ തിരിച്ചു പോവുകയും ചെയ്തു.
ഇവിടെ കണ്ടിട്ടില്ലേ, ഹിയർ ജീസസ് ക്രൈസ്റ്റ് സ്ലെപ്റ്റ് വൈൽ ഹി വാസ് ചൈൽഡ്. അതായത് ജീസസ് ക്രൈസ്റ്റ് ചെറുപ്പത്തിൽ ഉറങ്ങിയ സ്ഥലം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബോർഡും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ഈ ഒരു ചർച്ചിനകത്ത് ഇത്തരത്തിലൊരു സ്ഥലം, ഒരു പ്രത്യേക സ്ഥലം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ ജീസസ് ക്രൈസ്റ്റ് ഫാമിലിയൊക്കെ നടന്ന കാൽപാദം പതിച്ച കല്ല്, ദ ഒറിജിനൽ ഗ്രൗണ്ട് വിച്ച് ഈസ് ജീസസ് ക്രൈസ്റ്റ് ഹോളി ഫാമിലി വാക്ക് ഡൗൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പാറ കഷ്ണങ്ങളിവിടെ കാണുന്നത്. അതായത് താഴത്തെ ഭാഗത്ത് പാറ കഷ്ണങ്ങളിലേക്ക് ഒറിജിനൽ കല്ലുകളും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ പലക ഇട്ടിട്ട് അത് ചെറിയൊരു ഒരു ഭാഗത്ത് പോർഷൻ മാത്രം ഗ്ലാസ് ഇട്ടിട്ട് നമുക്ക് അതായത് കല്ലുകൾ കാണുന്ന രീതിയിലേക്കാണ് കൊടുത്തിരിക്കുന്നത്. അതുകൂടാതെ വേറെയും ഒരുപാട് ജീസസ് ക്രൈസ്റ്റിൻ്റെ സമയത്തുള്ള ഭക്ഷണത്തിന് ഉപയോഗിച്ച പാത്രങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആ ഒരു ഭാഗമുണ്ട്. ഇവിടെ കുറേ ആൾക്കാരൊക്കെ വന്നിട്ട് ഇങ്ങനെ കരയുകയൊക്കെ ചെയ്യുന്നതാണ് കണ്ടിരുന്നത്. ഞാൻ ഒന്നുള്ള സമയത്ത് ഒരു ഫാമിലി വന്നിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് വിശ്വാസം, അതായത് ഇതിനോടുള്ള വിശ്വാസമുള്ളവർ ഇത്തരത്തിൽ കരഞ്ഞുകൊണ്ടൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ട്. എല്ലാത്തൊരു ടൂറിസ്റ്റുകളായിട്ട് വന്ന് പോകുന്ന ഫോട്ടോസ് വീഡിയോസൊക്കെ എടുത്ത് പോകുന്നല്ലാതെ വേറൊന്നുമില്ല. ചെറിയൊരു ഭാഗത്ത് മാത്രമാണ് ഇത്തരത്തിൽ കാഴ്ചകളൊക്കെ കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം ഇവിടുന്ന് ആൾക്കാർ, അതായത് ഒരു സൈഡിൽ നിന്ന് നമ്മൾ എൻട്രി ചെയ്യും, മറ്റൊരു നിന്ന് എക്സിറ്റ് ചെയ്യും അത്തരത്തിൽ. അപ്പോൾ ഈ ഒരു സ്ഥലത്ത് നമുക്ക് പുറത്തേക്ക് ഇറങ്ങാം. ഇനി മറ്റൊരു കാഴ്ചയിലേക്ക് പോകാം നമുക്ക്. ഞങ്ങൾ തിരിച്ച് പോവാണ്. ചർച്ചിൽ നിന്ന് പുറത്തിറങ്ങി ഇവിടെ കണ്ടില്ല ടുക്, അതായത് നമ്മുടെ ഓട്ടോറിക്ഷ ഓടിക്കുന്നത് ചെറിയ പിള്ളേരാണ്. ഇവിടെ ഓട്ടോറിക്ഷയ്ക്ക് ലൈസൻസിൻ്റെ ആവശ്യമില്ല, നമ്പർ പ്ലേറ്റ് ഇല്ലാത്ത ഓട്ടോറിക്ഷകളാണ്. അത്തരത്തിലുള്ള കാഴ്ചകളൊക്കെ നിങ്ങൾ കാണുന്നത്. അപ്പോൾ ഇവിടെ വന്ന് ചർച്ചുകളൊക്കെ കണ്ട്, ഇവിടെ ഇഷ്ടംപോലെ ചർച്ചുകളുണ്ട് കേട്ടോ. അടുത്തായിട്ട് താഴെയും മേലൊക്കെ ആയിട്ട് അങ്ങനെ ചർച്ചുകളൊക്കെ കണ്ട് ഇപ്പം ഞാൻ പോകുന്നത് ഇവിടുത്തെ മെട്രോ എക്സ്പീരിയൻസ് ചെയ്യാണ്. മെട്രോ സ്റ്റേഷൻ്റെ ലോഗോയാണ് ഈ കാണുന്നത്, എമ്മിനെഴുതി. അപ്പോൾ ഇവിടെ തൊട്ട് ഇതിൽ തന്നെ ഒരു മെട്രോ ഉണ്ട്. അപ്പോൾ അതിലോട്ട് പോയിട്ട് മെട്രോ അങ്ങനെയാണ് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാം. മെട്രോൻ്റെ എൻട്രൻസ് ആണ് ഈ കാണുന്നത്. മെട്രോ ലൈന് നമ്മുടെ ഖത്തർ പോലെ തന്നെ പച്ച ലൈൻ ഉണ്ട്, യെല്ലോ, ഓറഞ്ച്, ഗ്രീൻ എല്ലാം ഉണ്ട്. ഇവിടെയാണ് ടിക്കറ്റ് ഓഫീസ്. ഇവിടുന്ന് ടിക്കറ്റ് വാങ്ങിച്ചിട്ട് നമുക്ക് മെട്രോ ഇതിലോട്ട് സ്കാൻ ചെയ്തിട്ട് ഇതിലോട്ട് പോകും. അപ്പോൾ ആദ്യം ടിക്കറ്റ് വാങ്ങിക്കട്ടെ, എത്രയാണ് ടിക്കറ്റിൻ്റെ റേറ്റും കാര്യങ്ങളൊന്നും നോക്കാം. നമ്മളുള്ളത് ഇവിടെയാണ്. നമ്മളിപ്പോൾ പോകുന്നത് ഈ സ്ഥലത്താണ്, നാസർ. അപ്പോൾ യെല്ലോ ലൈൻ പിടിച്ചിട്ട് പോകണം നാസറിലേക്ക്. ഇതാണ് ഇവിടുത്തെ ടിക്കറ്റ്. 6 ഗിനിയാണ് എടുത്തിരിക്കുന്നത് ടിക്കറ്റിന്. ഇതിലിടലാണോ? അപ്പോൾ ഇട്ട് ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട്. നമ്മൾ മെട്രോയിലേക്ക് പോവാണ്. ഇവിടുത്തെ മെട്രോ റെയിൽവേ സ്റ്റേഷൻ പോലെ കേട്ടോ, ട്രാക്കൊക്കെ ഉണ്ട്. ശരിക്കും റെയിൽവേ ട്രാക്ക്, ട്രെയിൻ പോലെ തന്നെ. ഇതാണ് മെട്രോയുടെ ടിക്കറ്റ്. പക്ഷേ നമ്മൾ ഖത്തറിലെ മെട്രോ എന്ന് പറയുന്നത് മെട്രോ തന്നെയാണ്. ഇത് ഭൂമിക്കടിയിലൂടെയാണ് പോകുന്നത്. എന്തായാലും ഇതിൽ കയറാം, നമ്മൾ പോകും. ഇത് മെട്രോ ഒക്കെ ട്രെയിനേ. മെട്രോയിലാണെങ്കിൽ എ സി ഇല്ലാത്ത മെട്രോ, ചൂടത്തിന് മനുഷ്യന് ഉപ്പാളിളകി ഇപ്പോൾ അമ്മാതിരി ചൂട്. കാരണം ഫുള്ളി ക്ലോസ്ഡ് ആണ്. ചെറിയ ഭാഗത്ത് മാത്രമാണ് വിൻഡോസ് ഓപ്പൺ ആയിട്ടുള്ളൂ. ആൾക്കാരും ഉണ്ട്. അപ്പോൾ നല്ല ചൂടെടുക്കുന്നുണ്ടായിരുന്നു ഉള്ളിൽ. അല്ല, നമ്മൾ മെട്രോന് പുറത്തിറങ്ങി അങ്ങനെ ഈജിപ്തിൽ വന്നിട്ട് ഈജിപ്തിൻ്റെ മെട്രോ ഞങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തു. മെട്രോ എന്ന് പറഞ്ഞാൽ ട്രെയിൻ തന്നെയാണ് കേട്ടോ. മെട്രോ എന്നൊക്കെ പേരേ ഉള്ളൂ, പ്രോപ്പർ ട്രെയിൻ. മെട്രോൻ്റെ പുറത്തുള്ള മാർക്കറ്റാണ്. നാട്ടിലെ പോലത്തെ അതേ അവസ്ഥ, തിരക്കുണ്ട്, നല്ല തിരക്കുണ്ട്. ഇതിപ്പോൾ അതായത് ഭക്ഷണം കഴിക്കാൻ പോകണം. അതിനുശേഷം റൂമിൽ പോയിട്ട് ബാഗ് എടുത്തിട്ട് നേരെ എയർപോർട്ടിലോട്ട്. ഇനി അടുത്ത വീഡിയോ എന്ന് പറഞ്ഞാൽ കൈറോ നേരെ ഖത്തറിലോട്ട് പോകുന്ന വീഡിയോ ആയിരിക്കും. നമ്മൾ കൈറോ ഇന്റർനാഷണൽ എയർപോർട്ടിന്റെ ടെർമിനൽ 2 എത്തിയിട്ടുണ്ട്. നമ്മൾ വന്ന ടാക്സിക്ക് 180 ഗിനിയാണ് കാണിച്ചത്. എയർപോർട്ടിന്റെ അടുത്തെത്തിയ സമയത്ത് ഞാൻ പറഞ്ഞു എ സി ഇടുന്നു. അങ്ങനെ എ സി ഇട്ടപ്പോൾ അവൻ പറഞ്ഞു 200 ഗിനിയോളം വേണമെന്ന് പറഞ്ഞു. ഓക്കെ, 200 കൊടുത്തു. പിന്നെ പറഞ്ഞ എയർപോർട്ടിൽ നമ്മൾ പാർക്കിംഗ് ഫീ ഉണ്ടല്ലോ, അതിനൊരു 40 ഗിനി വേണം. ഞാൻ പറഞ്ഞു 40 ഗിനി എന്തിനാണ്, നീ എന്നെ ഡ്രോപ്പ് ഓഫ് ചെയ്യുന്നല്ലേ, തിരിച്ചു പോകുന്ന സമയത്ത് എനിക്ക് ഫ്രീ ആയിട്ട് കിട്ടില്ലേ? ഇല്ല, അത് പറ്റില്ല. അങ്ങനെ സംസാരിച്ച ശേഷം 40 ഗിനിയോളം, 250 ഗിനിയോളം ടാക്സിക്ക് വന്നു. നമ്മുടെ തഹ്രീർ സ്ക്വയറിൽ നിന്ന് എയർപോർട്ടിലേക്ക് 250 ഗിനിയോളം ചാർജ് വരുന്നുണ്ട് ഏകദേശം. ആക്ച്വലി നമ്മളെ ഫ്ലൈറ്റ് വരുന്നത് രാത്രി 9 മണിക്കാണ്. ഇപ്പോൾ സമയം എന്ന് പറയുന്നത് 5 മണി, 5:45, 6 മണി 6 ആയി.
എയർപോർട്ടിലെ സെക്യൂരിറ്റി ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞ് ഉള്ളിലോട്ട് കയറിയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ എമിറേറ്റ്സിൻ്റെ ഒക്കെയാണ് ബോർഡ് കാണുന്നത്. നമ്മുടെ ഗൾഫ് എയറിനെ കാണുന്നില്ലല്ലോ, തുറന്നിട്ടില്ലാന്ന് തോന്നുന്നു. എയറിൻ്റെ ഫ്ലൈറ്റാണ്, പക്ഷേ ഗൾഫ് എയർ ഇവരെ കാണുന്നില്ലല്ലോ. എത്തിഹാദ് സമയം ആയിട്ടില്ലാന്ന് തോന്നുന്നു. കാരണം 3 മണിക്കൂർ മുമ്പേ ഞാൻ എത്തിയിട്ടുണ്ട്. 9 മണിക്കാണ് ഫ്ലൈറ്റ്, 6 മണിക്കാണ് ചിലപ്പം ഗേറ്റ് ഓപ്പൺ ആവുള്ളൂ. അതുകൊണ്ടായിരിക്കും. എനിവേ നമുക്കൊന്ന് ചോദിച്ചു നോക്കാം. ഗൾഫ് എയറിന് ഓപ്പൺ ആയിട്ടുണ്ടെങ്കിൽ പോയി നോക്കാം. അതിന് വലിയൊരു കൗണ്ടർ ഉണ്ട്. ഇത് മൊത്തം സൗദി എയർലൈനാണ് ഈ ഒരു ഭാഗത്തുള്ളത്. ഈ ഭാഗത്തായിട്ട് നമ്മുടെ ഖത്തർ എയർവേസിനെയും കാണുന്നുണ്ട്. ഇപ്പോൾ ഗൾഫ് എയർ ഇതുവരെ തുറന്നിട്ടില്ലാന്ന് തോന്നുന്നു. എൻ്റെ വാച്ചിൽ ചാർജൊക്കെ തീർന്നിട്ട് ഫുള്ള് ബാറ്ററി ഒക്കെ തീർന്നിട്ട് ഫോണിൽ ബാറ്ററി ഇല്ല. 3 മണിക്കൂർ മുമ്പ് ഗൾഫ് എയറിൻ്റെ കൗണ്ടർ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഏതായാലും നമ്മുടെ പാസ്പോർട്ടും ടിക്കറ്റും കാണിച്ചിട്ട് ഉള്ളിലോട്ട് പോകാം. കൗണ്ടർ ചെല്ലട്ടെ. ബോർഡിങ് കിട്ടിയിട്ടുണ്ട്. നേരെ തിരിച്ച് ഉള്ളിലോട്ട് പോവാം. കുറച്ച് റെസ്റ്റ് എടുക്കാം. സമയമുണ്ട്, ഇഷ്ടംപോലെ സമയമുണ്ട്. ബാഗേജ് തൂക്കിയിട്ടേ 9 കിലോ കൊണ്ട് ഓവർ വെയിറ്റ് ആണ്. ഞാൻ പറഞ്ഞ വേറെ ലഗേജ് ഒന്നുമില്ല, വെറും ബാഗേ ഉള്ളൂ. അങ്ങനെ അത് വിട്ട് തന്നു. കാരണം ഈജിപ്തിൽ നമ്മൾ ബോർഡിംഗ് പാസ് കിട്ടിയിട്ടുണ്ട്. നേരെ ഉള്ളിലോട്ട് പോവാണ്. 2 ബോർഡിംഗ് പാസ് ഇപ്പം തന്നെ കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ബഹ്റൈൻ വരും, ബഹ്റൈൻ ടു ഖത്തർ വരെയും. അപ്പോൾ ഉള്ളിലോട്ട് കയറി കഴിഞ്ഞാൽ ഇനി എമിഗ്രേഷനാണ്, എമിഗ്രേഷനോട്ട് പോകാം. അങ്ങനെ ഈജിപ്തിലെ എമിഗ്രേഷനൊക്കെ കഴിഞ്ഞു. ഒഫീഷ്യലായിട്ട് എക്സിറ്റ് അടിച്ചു, സ്റ്റാമ്പ് ചെയ്തു പാസ്പോർട്ടിൽ. ഇപ്പോൾ ഇതേ പോവാണ്. നമ്മുടെ ഗേറ്റ് നോക്കിയിട്ട് ഗേറ്റ് നമ്പർ 3 ആണ് നമ്മുടെ എന്താ പറയുക ഗൾഫ് എയറിൻ്റെ ഗേറ്റിലത്. അപ്പോൾ അങ്ങോട്ടേക്ക് പോവാണ്. അത്യാവശ്യം നല്ല വലിപ്പമുള്ള എയർപോർട്ടാണ് കേട്ടോ നമ്മുടെ കയറോ എയർപോർട്ട്. നല്ല തിരക്കുണ്ട്, താഴെയൊക്കെ വണ്ടികളൊക്കെ വരുന്നതില്ലേ. നല്ല വലിയൊരു എയർപോർട്ട് തന്നെയാണ് കയറോ. ടെർമിനൽ 1 ഉണ്ട്, 2 ഉണ്ട്, 3 ഉണ്ട്. ഇതിപ്പോൾ ഞാൻ വന്നിരിക്കുന്നത് ടെർമിനൽ 2-ലാണ്. പുറത്തുള്ള തിരക്കണ്ടിട്ടില്ല. ഇത് അറൈവൽസാണ്, നമ്മൾ വന്ന വഴിയാണത്. ആ ഒരു ഭാഗത്തോട്ട് കൂടിയിട്ട് സെക്യൂരിറ്റി ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ ഈജിപ്ഷ്യൻ ഡ്യൂട്ടി ഫ്രീയിലേക്ക് എത്തിയിട്ടുണ്ട്. E03 ആണ് ഇവിടെ കണ്ടില്ലേ, E03. ഇവിടെ ഇതാ ഡ്യൂട്ടി ഫ്രീയുടെ ഭാഗത്താണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇങ്ങനെ കറങ്ങി ഇങ്ങനെ മെല്ലെ പോവാം, സമയമുണ്ട്. E03 എത്തിയിട്ടുണ്ട്. ഇവിടെയാണ് നമ്മുടെ ഫ്ലൈറ്റിൻ്റെ ഗേറ്റ് എന്ന് പറയുന്നത്. ഫ്ലൈറ്റ് ഒന്നും എത്തിയിട്ടില്ല, എന്താ എത്തിഹാദിൻ്റെ ഒരു ഫ്ലൈറ്റ് അവിടെ വരുന്നുണ്ട്. നമുക്കിവിടെ വെയിറ്റ് ചെയ്യാം. അതൊരു സെക്കഫ്രയുടെ കോഫി ഷോപ്പ് എടുക്കുന്നു. കോഫിയൊക്കെ കഴിച്ചിങ്ങനെ മെല്ലെ ഇരിക്കാം. വലിയൊരു എയർപോർട്ടാണ് കേട്ടോ. അതെ എങ്ങത്തോളുണ്ട്, ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. B21, 24 അങ്ങനെ പോകുന്നുണ്ട്. E4 എത്തിയിട്ടുള്ളൂ, E6 ഉണ്ട്. അങ്ങനെ ഇഷ്ടം പോലെ അങ്ങത്തോളം പോകാനുണ്ട്, ഇഷ്ടം പോലെ പോകാനുണ്ട്. വലിയൊരു എയർപോർട്ടാണ് കൈറോ എയർപോർട്ട്. എമിറേറ്റ്സിൻ്റെ വലിയൊരു ഫ്ലൈറ്റ് ഉണ്ട്, ഡബിൾ ടെക്കർ ആയിട്ടുള്ള. താഴേന്ന് വളയിടുന്നുണ്ട്, മേലേന്ന് വേണ്ട. 2 ഇത് കാണുന്നില്ല, ഒന്ന് ഇവിടെയും കൊടുത്തിട്ട് ഒന്ന് മേലെയും കൊടുത്തിട്ടുണ്ട്. അത്തരത്തിൽ വലിയ ഫ്ലൈറ്റ്. ഈ വലിയ ഫ്ലൈറ്റ് കണക്കാണ് 2 എഞ്ചിൻ വരാൻ. അതായത് ഇതാണ് എഞ്ചിൻ, ഇത് ഒരെണ്ണം, 2 എഞ്ചിൻ ഉണ്ട്. ഇത് മറ്റുള്ളതിനൊക്കെ ഓരോ ചെറുകിൻ്റെ ഇടയിൽ 1 എഞ്ചിൻ ഉണ്ടല്ലോ. ഒരു സൈഡിൽ 1 എഞ്ചിൻ, ഒരു സൈഡിൽ 1 എഞ്ചിൻ, അങ്ങനെ സിംഗിൾ എഞ്ചിൻ. ഇത് വലിയ ഫ്ലൈറ്റ്, ലോങ് ജേണിയൊക്കെ പോകുന്ന ഫ്ലൈറ്റിനൊക്കെ ആണെങ്കിൽ ഡബിൾ എഞ്ചിൻ വരും. നമ്മുടെ ചെറിയ ഫ്ലൈറ്റ് ഗൾഫ് എയറിൻ്റെ കാണുമ്പോൾ ചെറുതാണെങ്കിൽ നമുക്ക് വേണ്ട എല്ലാ ഇതും ഉണ്ട്, സെറ്റപ്പ് ഉണ്ട്. അങ്ങനെ സമയം നമ്മുടെ ഗേറ്റ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇപ്പം ആൾക്കാരെ വിളിച്ച് ഉള്ളിലോട്ട് പോകും. നമ്മളെ ഫ്ലൈറ്റ് അവിടെ വന്നിട്ടുണ്ട്, അവിടെ കാണാം നമ്മുടെ ഫ്ലൈറ്റ്. അത് നമ്മുടെ ചെറിയ ഗൾഫ് എയറിൻ്റെ ഫ്ലൈറ്റ്. നമ്മൾ ചെറുതെന്ന് പറയാൻ കാരണം നമ്മൾ നേരത്തെ എമിറേറ്റ്സിൻ്റെ ഡബിൾ ടെക്കറുള്ള വലിയ ഫ്ലൈറ്റൊക്കെ കണ്ടതുകൊണ്ടാണ് കേട്ടോ. പക്ഷെ നമുക്കിത് പോകാനും വരാനും എല്ലാ സൗകര്യങ്ങളുള്ള ഒരു ഫ്ലൈറ്റ് തന്നെയാണ് ഈ ഒരു ഫ്ലൈറ്റ്. ഫ്ലൈറ്റിൽ കയറിയിട്ടുണ്ട്. നേരെ ഒരു 3 മണിക്കൂർ യാത്രയായിരിക്കും ഇവിടുന്ന് നമ്മുടെ ഈജിപ്തിലെ കയറുന്നത് നേരെ ബഹ്റൈനിൽ പോയിട്ട് ഒരു 3 മണിക്കൂർ ലേ ഓവർ ഉണ്ടാവും എയർപോർട്ടിൽ. നമ്മൾ കഴിഞ്ഞ തവണ ഇങ്ങോട്ടേക്ക് വരുന്ന സമയത്ത് പുറത്തിറങ്ങി, പക്ഷേ ഇപ്രാവശ്യം നമുക്ക് പുറത്തിറങ്ങാൻ പറ്റില്ല.
അപ്പോൾ അതുകൊണ്ട് എയർപോർട്ടിൽ നിന്ന് ഇരിക്കുക. അതിന് ശേഷം നേരെ ദോഹയിലേക്ക്. ഫ്ലൈറ്റ് കുറച്ച് പഴയതാണ്. USB പോർട്ടൊന്നും കാണുന്നില്ല ഇവിടെ. ATM മറ്റേ കാർഡ് ഡിജിറ്റൽ സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുള്ള ഓപ്ഷൻസ് കാണും. പക്ഷേ USB പോർട്ട് കാണുന്നില്ല. ഇവിടെ ഒരു റിമോട്ട് ബട്ടണൊക്കെ ഉണ്ട്, പക്ഷേ USB പോർട്ടില്ല. കുറച്ച് പഴയതാണെന്ന് തോന്നുന്നു. USB ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചോദിച്ചതാണ് മൊബൈൽ ചാർജ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട് ഇവിടെ. 3 പിൻ കുത്താനുള്ള ഒരു പ്ലഗ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. താഴത്ത് ഭാഗത്തായിട്ട് ഇവിടെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. അവിടെ 3 പിൻ. അത് വെച്ചിട്ട് നമുക്ക് ലാപ്ടോപ്പോ ഫോണൊക്കെ ചാർജ് ചെയ്യാം. ഫ്ലൈറ്റിലെ ഭക്ഷണം എത്തിയിട്ടുണ്ട്. സമയം എന്ന് പറയുന്നത് 9:45. ബിരിയാണിയാണ് ഇവർ പറഞ്ഞിട്ടുള്ളത്. ചിക്കൻ ബിരിയാണി കഴിക്കട്ടെ. ബഹ്റൈനിലെത്തിയത്. ഫ്ലൈറ്റ് ഇറങ്ങാണ്. ഇവിടെ മറ്റേ എയറോ പിടിച്ചൊന്നുമില്ല. സ്റ്റെപ്പ് ഇറങ്ങി പോകണം, ബസ്സിൽ കയറണം, ബസ്സിൽ പോകണം. ബഹ്റൈനിലെ ഖത്തറിലോട്ട് പോകേണ്ട ബോർഡിംഗ് പാസ് ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ഗൾഫെയറിന്റെ കൗണ്ടറിലോട്ടൊന്നും പോകണ്ട. സെക്യൂരിറ്റി ചെക്ക് കഴിഞ്ഞിട്ട് നേരെ ഗേറ്റ് നമ്പർ നോക്കിയിട്ട് പോയാൽ മതി. ഗേറ്റ് നമ്പർ കൊടുത്തിരിക്കുന്നത് 18A ആണ്. വീണ്ടും ബഹ്റൈനിലെ എയർപോർട്ട് ഡ്യൂട്ടി ഫ്രീയിലേക്ക് എത്തി. പുറകിലെ ചെക്കിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. കറക്റ്റ് 3 മണിക്കൂറുണ്ട്. അതായത് നമ്മളൊരു ഇൻ്റർനാഷണൽ ഫ്ലൈറ്റിന് 3 മണിക്കൂർ മുമ്പ് എയർപോർട്ടിൽ എത്തണം. ആ 3 മണിക്കൂറാണ് എൻ്റെ ലേ ഓവർ. അപ്പോൾ ഇത് ബഹ്റൈൻ എയർപോർട്ട് വീണ്ടും കാണുക, ഒന്ന് ചുറ്റിക്കറങ്ങുക. ഇപ്പോൾ സമയം എന്ന് പറയുന്നത് കറക്റ്റ് പറയുകയാണെങ്കിൽ 12:30 മണി. 3 മണിക്കാണ് എൻ്റെ ഫ്ലൈറ്റ്. 2.5 മണിക്കൂറുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ ഈ ഒരു വീഡിയോയിൽ ഞാൻ എൻ്റെ ഈ ഈജിപ്ത് ട്രിപ്പിൻ്റെ മൊത്തം ഡീറ്റെയിൽസ്, അതായത് എനിക്ക് എത്ര ചിലവായി, എന്തൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ്, നിങ്ങൾക്ക് ആർക്കും താല്പര്യം ഉണ്ടെങ്കിൽ അപ്പോൾ ഏകദേശം എത്ര ചിലവാകുന്നുള്ളത് ഏകദേശം അഴി കിട്ടുമല്ലോ. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ലാസ്റ്റ് ഇതിൽ പറയുന്നുണ്ട്. അപ്പോൾ മുഴുവനായിട്ട് കാണാൻ നോക്കുക. പ്ലേ സ്റ്റേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് സമയമുണ്ട്. കുറച്ച് ഗെയിമൊക്കെ കളിക്കാനിരിക്കുന്നു. കുട്ടികളൊക്കെ കളിക്കുന്ന സ്ഥലമാണ്. അവിടെ പ്ലേ സ്റ്റേഷൻ ഉണ്ട്. അവിടെ പോയിട്ട് കളിക്കാം. മൊബൈലൊന്ന് ചാർജിലും വെക്കണം കുറച്ച് നേരത്തേക്ക്. ഇന്നിപ്പോൾ രാത്രിയിൽ കുറച്ച് തിരക്ക് കാണുന്നുണ്ട് ബഹ്റൈൻ എയർപോർട്ടിൽ. ഞാൻ അന്ന് വന്ന സമയത്ത്, അതായത് 10 ദിവസം മുമ്പ് വന്ന സമയത്ത് ഉച്ച സമയത്തായിരുന്നു. അന്ന് തിരക്കുണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ രാത്രി കുറച്ച് തിരക്കുണ്ട് കേട്ടോ. ഇപ്പോൾ നമ്മുടെ ഗേറ്റ് ഇതാണ്. 18A തുറന്നിട്ടില്ല. സമയമുണ്ട്. അപ്പോൾ ഇങ്ങനെ റൗണ്ട് അടിച്ച് കളിക്കാം. ഒന്ന് ബാത്റൂമിൽ നിന്ന് ഫ്രഷ് ആകാം. ഇത്തരത്തിലുള്ള കാഴ്ചകൾ. 18A. ഇപ്പോൾ സമയം 1 മണിയായിട്ടുള്ളൂ. കൗണ്ടറിൽ ആൾ വന്നിട്ടുണ്ട്. അപ്പോൾ കറക്റ്റ് 2 മണിയായി. ദോഹ തുടങ്ങാനായി. അപ്പോൾ ഏതാനും നിമിഷങ്ങൾക്കകം കൗണ്ടർ ഓപ്പൺ ചെയ്യും. ഉള്ളിലോട്ട് പോകാം, ഫ്ലൈറ്റിലോട്ട് പോകാം. ഇവിടെ നിന്ന് ദോഹയിലേക്ക് ഒരു 3/4 മണിക്കൂറത്തെ ഫ്ലൈറ്റാണ്. ബഹ്റൈനിൽ നിന്ന് ദോഹയിലേക്ക് ഫ്ലൈറ്റിലോട്ട് കയറാൻ പോവാണ്. ബോർഡിംഗ് പാസൊക്കെ സ്കാൻ ചെയ്ത് മറ്റേ നമ്മുടെ എന്താ പറയുക എയറോ ബ്രിഡ്ജിലോട്ട് പോവാണ്. ബഹ്റൈനിൽ ദോഹയിലേക്ക് ഫ്ലൈറ്റൊക്കെ കാലിയായിട്ടാണ്. സീറ്റൊക്കെ കാലിയാണ്. എൻ്റെ സീറ്റ് കാലിയാണ്. അദ്ദേഹത്തിന് പുറകിലൊക്കെ ഇഷ്ടം പോലെ സീറ്റ് കാലിയാണ്. രാത്രി 3 മണിക്കുള്ള ഫ്ലൈറ്റ് കാലിയാണ്. യാത്രയൊക്കെ കഴിഞ്ഞ് തിരിച്ച് നമ്മുടെ നാട്ടിലെത്തും. ഞാനിപ്പോൾ ഖത്തർ എയർപോർട്ടിലാണുള്ളത്. നമ്മൾ ഈ ട്രിപ്പിനെ പറ്റിയുള്ള ചിലവായ തുകയും അല്ലെങ്കിൽ എക്സ്പെൻസൊക്കെ എന്തൊക്കെയാണ് ഏതൊക്കെയാണെന്നുള്ളത് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഒന്ന് ഇരുന്ന് സംസാരിക്കാം. ഒന്ന് ഫ്രഷ് ആയിട്ട് കിടന്നുറങ്ങട്ടെ. അതുവരെ ചെറിയൊരു ബ്രേക്ക് എടുത്തിട്ട് കാണാം. ബൈ.